പീരീഡ്സ് ഇറഗുലർ ആണോ? വെയിറ്റ് ഈസി ആയി കൂടുന്നുണ്ടോ? പിമ്പിൾസ്, ഫേഷ്യൽ ഹെയർസ്, ഹെയർ ഫോള്, PCOD ആണോ എന്ന് ഡൗട്ട് ഉണ്ടോ? PCOD എന്ന് പറയുന്നത് ഒരു ഡിസീസ് അല്ല, അതൊരു ഹോർമോണൽ ഇംബാലൻസ് ആണ്. ഇംബാലൻസ്ഡ് ഫുഡ് ഹാബിറ്റ് വരുന്നത്, സ്ട്രെസ്സിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ജങ്ക് ഫുഡ്, അമിതമായിട്ട് ഹോട്ടൽ ഫുഡുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ലേറ്റ് നൈറ്റ് ഈറ്റിംഗ്, ലേറ്റ് ആയിട്ട് സ്ലീപ്പിലേക്ക് പോകുന്നത്, പാക്കറ്റ് ഫുഡ്, ബേക്കറി ഐറ്റംസ്, ചോക്ലേറ്റ്സ്, ഇതിൻ്റെയൊക്കെ ഇൻടേക്ക് ആൻഡ് നോ എക്സസൈസ്, ഇതൊക്കെയാണ് മെയിൻ റീസൺസ്. PCOD ഉള്ളവർക്ക് വെയിറ്റ് ഫാസ്റ്റ് ആയിട്ട് ഗെയിൻ ആകാനുള്ള ചാൻസ് ഉണ്ട്. പീരീഡ്സ് ഇറഗുലർ ആകും ആൻഡ് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള പീരീഡ്സ് ആകും ചിലപ്പോൾ വരുന്നത്. ഫേഷ്യൽ ഹെയർസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. മൂഡ് സ്വിങ്സ്, റെക്കറിങ് മൂഡ് സ്വിങ്സ് ആയിരിക്കും. ചിലപ്പോൾ ഇമോഷണൽ ഇംബാലൻസ് വരും, ദേഷ്യം വരും, നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ PCODയുടെ ലക്ഷണങ്ങളാണ്. ആൻഡ് മെജോറിറ്റി പീപ്പിൾ ഫേസ് ചെയ്യുന്നത് ഇറഗുലർ പീരീഡ്സ് ആണ്. പീരീഡ്സ് ചിലപ്പോൾ 2-3 മാസം കഴിഞ്ഞിട്ടായിരിക്കും PCOD ഉണ്ടെങ്കിൽ നമുക്ക് വരും. ഇതെല്ലാം തന്നെ PCODയുടെ ലക്ഷണങ്ങളാണ്. ബട്ട് ഗുഡ് ന്യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ PCOD നമുക്ക് ബാലൻസ് ചെയ്തെടുക്കാൻ പറ്റും. PCOD വന്നു കഴിഞ്ഞാൽ ലൈഫ് ലോങ് മെഡിക്കേഷൻ എന്നൊന്നില്ല. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും ലൈഫ് സ്റ്റൈലും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി PCOD നമുക്ക് നാച്ചുറലി ഓവർകം ചെയ്ത് വിത്തൗട്ട് മെഡിക്കേഷനിലേക്ക് വരാൻ പറ്റും. എസ്പെഷ്യലി ഫോക്കസ് ചെയ്യേണ്ടത് റൈറ്റ് ഫുഡ് ഹാബിറ്റ്സും ലൈഫ് സ്റ്റൈലും മെയിൻറ്റെയിൻ ചെയ്ത് വെയിറ്റ് ലോസ് ചെയ്ത് നമ്മുടെ ബോഡിയിലെ ഫാറ്റ് ലോസ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഹോർമോൺ ബാലൻസ് നാച്ചുറലി നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. മെഡിക്കേഷൻ ഇല്ലാതെ നമുക്ക് സെൽഫായിട്ട് തന്നെ നമ്മുടെ ബോഡിയിൽ PCOD കണ്ടീഷനെ നോർമൽ ആക്കാൻ പറ്റും. മെയിൻ ആയിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒരു എക്സസ് വെയിറ്റിലേക്ക് നമ്മൾ അറിയാതെ പോവുകയാണ്, ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ശ്രദ്ധിക്കേണ്ടത് ഷുഗർ കട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ആൻഡ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഡെയിലി ബേസിസിൽ ഇൻക്ലൂഡ് ചെയ്യുക. 30 മിനിറ്റ്സ് എങ്കിലും ഡെയിലി എക്സസൈസ് ഓറിയന്റഡ് ലൈഫ് സ്റ്റൈലിലേക്ക് വരാനായിട്ട് ട്രൈ ചെയ്യാം. ആൻഡ് ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ലേറ്റ് ആയിട്ട് ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നത് ആൻഡ് ലേറ്റ് ആയിട്ട് കിടന്നുറങ്ങുന്നത്. ഈ ഹാബിറ്റുകളെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി PCOD നമുക്ക് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഫൈനലി PCOD നിങ്ങൾക്ക് നാച്ചുറലായി ബാലൻസ് ചെയ്യാൻ പേഴ്സണൽ ഗൈഡൻസ് വേണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ എനി ടൈം. ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്ത് ഗൈഡ് ചെയ്യുന്ന ഒരാളാണ്. സോ വേറെ മാജിക് ഒന്നുമില്ല. റൈറ്റ് ഫുഡ് ഹാബിറ്റ്സും ലൈഫ് സ്റ്റൈലും തന്നെയാണ് ഇതിനുള്ള ബെസ്റ്റ് സൊല്യൂഷൻ. സോ പേഴ്സണൽ ഗൈഡൻസ് വേണമെങ്കിൽ ഓൾവേസ് യു ക്യാൻ കോൺടാക്ട് മീ. ആൻഡ് ഈ ഒരു റീല് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ബിക്കോസ് PCOD സ്ട്രഗിൾ ചെയ്ത് ഒത്തിരി ടെൻഷനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ത്രീകളുണ്ട്. വൈ? ബിക്കോസ് PCOD വരുന്ന സമയത്ത് മെയിൻ ആയിട്ട് വരുന്ന ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു പേടി ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ആണ്. സോ ഇതിനൊക്കെ നമുക്ക് ധൈര്യത്തോടെ ഫേസ് ചെയ്യാൻ നമ്മുടെ ഭക്ഷണ രീതിയും ജീവിതശൈലിയും കറക്റ്റ് ചെയ്ത് കറക്റ്റ് ബോഡി പാരാമീറ്റേഴ്സിലേക്ക് നമ്മൾ റീച്ച് ചെയ്താൽ ഇറ്റ് ഈസ് ഈസിലി പോസിബിൾ. സോ ഡോണ്ട് ഫർഗെറ്റ്, ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്. സോ ഏതെങ്കിലും ഒരാൾക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ഒരു കണ്ടീഷനെ നമുക്ക് ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.